പ്രിയപ്പെട്ട നഈം ഫൈലി, ഞങ്ങളെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, റബ്ബേ പെട്ടെന്ന് കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവന്റെ സ്വർഗത്തിലെ അതിഥികളെ അള്ളാഹു നേരത്തെ തന്നെ സൽക്കരിച്ചാൽ പാപികളായ ഞങ്ങൾ എന്തു ചെയ്യാനാണ്? അല്ലെങ്കിലും ഈ ഭൂമി പോലും കൊതിച്ചു കാണും നിന്നെ സൽക്കരിക്കാൻ, നിനക്ക് ഉന്നതങ്ങളിൽ ഉന്നതമായ മണിയറയൊരുക്കാൻ. പുറക്കാട് ജാമിയ ഫുർഖാനിയയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഖബറിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖവും ലഭിക്കുന്ന ഹാഫിളാണല്ലോ താങ്കൾ, സൃഷ്ടാവിന്റെ വചനങ്ങളുടെ കാവൽക്കാരൻ. നൈമേ, ഇത്ര പെട്ടെന്ന് നീ മടങ്ങുമ്പോ നഷ്ടം ഞങ്ങൾക്കും നേട്ടം നിനക്കുമാണ്. എല്ലാം കൊണ്ടും നഷ്ടം ഞങ്ങൾക്കാണ്. ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല പാട്ടുകാരൻ, ഒരു നല്ല ഖതീബ്, ഒരു നല്ല സേവകൻ, ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല മകൻ, ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല ഉസ്താദ്. നൈമേ, നിന്നെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾക്ക് ഇടർച്ച സംഭവിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധികളെ ഇരു കൈയും നീട്ടി ക്ഷമയോടെ സ്വീകരിക്കാനല്ലേ നമുക്ക് പറ്റൂ. ഇൻഷാ അല്ലാഹ് അതിലും ഖൈറുണ്ടാകും. തെന്നിന്ത്യയിലെ അത്യുന്നത ഇസ്ലാമിക കലാലയമായ പട്ടിക്കാട് ജാമിയ നൂറിയയിൽ നിന്ന് നീ സനത് വാങ്ങുമ്പോൾ ആ ദിനവും കാത്തിരിപ്പായിരുന്നു നിന്റെ മാതാപിതാക്കൾ, ഞങ്ങൾ പാവപ്പെട്ട നിന്റെ കൂട്ടുകാരന്മാർ. ആ ദിനത്തിനു വേണ്ടി നീയും നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. നീണ്ട വർഷത്തെ പ്രതിസന്ധികൾക്കിടയിലൂടെയും ഒരുപാട് സന്തോഷ ദുഃഖങ്ങൾക്കിടയിലൂടെയും കടന്നുപോയ നിന്റെ മുത്തഅല്ലിം ജീവിതം അവിടെ ഒരു സനത് വാങ്ങാനുള്ള ഒരു ദിവസത്തെ കാത്തു നിൽക്കാതെ നീ ആകാശലോകങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗീയ ലോകത്തിലേക്ക് പറന്നുയരുമ്പോൾ സൃഷ്ടാവായ തമ്പുരാന്റെ മുന്നിൽ മലായിക്കത്തുകളുടെ അകമ്പടിയോടെ സ്വർഗീയ പൂന്തോപ്പിൽ വെച്ച് നിനക്ക് സനത് ലഭിക്കും. ഞങ്ങൾക്കാർക്കും കിട്ടാത്ത അത്യപൂർവ നേട്ടം. ഹാഫിൽ നഈം ഫൈലി, നീയാണ് ഭാഗ്യവാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ആ ഇൽമ തേടുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അതു കാരണം അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചക വചനം പോലെ ഇത്ര പെട്ടെന്ന് നീ സ്വർഗം നേടിയെടുക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണെന്നുള്ള അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന വേദനിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ പാകപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. നിന്റെ മരണവും പാപികളായ ദോഷികളായ ഞങ്ങൾക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. അല്ലെങ്കിലും മരിക്കുകയാണെങ്കിൽ നഈമെ നിന്നെപ്പോലെ മരിക്കണം. അൽ ഹാഫിൽ നഈം ഫൈലി എന്ന നിന്റെ പേരിൽ തന്നെയുണ്ട് എല്ലാം. അതെ, സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ഒരുപാട് സൗഹൃദ വലയങ്ങളെ ഉണ്ടാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ, അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിതം ചിലവഴിച്ചുകൊണ്ടുള്ള ഈ യാത്രക്കിടയിൽ പെട്ടെന്ന് മരിക്കാനും വേണം ഒരു തൗഫീഖ്. റബ്ബേ, സ്വർഗീയ ലോകത്ത് അവനോടൊപ്പം ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ നാഥ. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകണേ തമ്പുരാനെ. ജീവിതത്തിൽ വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ പുറത്തു കൊടുക്കണം തമ്പുരാനെ. മരണത്തിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഉറ്റവനെ നഷ്ടപ്പെട്ട പാവപ്പെട്ട ഞങ്ങൾ, കൂട്ടുകാരന്മാർ, നാട്ടുകാർ, അങ്ങനെ എല്ലാവർക്കും നീ ക്ഷമ നൽകണം റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. ഇലയും മേൽ തണ്ണീരാതും ചേർത്ത് മണ്ണിനാലെ അടവാക്കും വീടവിനെ ബാരിലേ. കനമേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറമാടും പബർ ബഹുജോറിലേ. മറമാടും പബർ ബഹുജോറിലേ. പരൻ വിരിച്ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ? ഓരോരോ വീർപ്പിലെന്റെ ആയുസ്
ആയുസ്സെണ്ണം കുറയും. ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്ന് നിറയും. മഹ്ശറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും. മന്നാനെ സുവർഗത്തിലൊരിടം തന്ന് കാണിയോ. ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടറാ